ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പുതിയൊരു സാധനമാണ്. പുതിയ സാധനമല്ല, പഴയ സാധനം തന്നെയാണ്, നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്. ജസ്റ്റ് നിങ്ങൾ തിങ്ക് ചെയ്തിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ എന്നൊന്ന് ആലോചിച്ചാൽ മതി. നിങ്ങളെ സറൗണ്ടിങ്സിൽ കാണുന്നതാണ്, പക്ഷെ നിങ്ങൾ ഇത് കെമിസ്ട്രിയുടെ ടേംസിൽ നിങ്ങൾ ഇതുവരെ ആലോചിച്ചിട്ടുണ്ടോ എന്നൊന്ന് നോക്കിയാൽ മതി. ഓക്കെ, സോ വി ആർ ഗോയിങ് ടു ഇവാപറേഷൻ. ഇവാപറേഷൻ എന്താ? ഇവാപറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ചുറ്റും നടക്കുന്നുണ്ടല്ലേ. ഇവാപറേഷൻ നടന്നിട്ടാണ് മഴ പെയ്യുന്നതൊക്കെ ചെയ്യുന്നത് അല്ലെ. ഇവാപറേഷൻ നടന്നിട്ടാണ് അല്ലെ. വേറെയോ? ഈ ഹോട്ട് ക്ലൈമറ്റിലൊക്കെ എന്ത് സംഭവിക്കുന്നുണ്ട്? നമ്മുടെ ചുറ്റുമുള്ള വെള്ളമൊക്കെ കുറയൊക്കെ ചെയ്യുന്നുണ്ട് അല്ലെ. എന്താ നടക്കുന്നത് അവിടെ? ഇവാപറേഷൻ ആണല്ലേ നടക്കുന്നത്. ഇവാപറേഷൻ ഹോട്ട് ക്ലൈമറ്റിലൊക്കെ വാട്ടർ ലെവൽ ഓഫ് വാട്ടർ ഒക്കെ കിണറിലായാലും എല്ലായിടത്തും ഇവാപറേഷൻ നടക്കുന്നുണ്ട് അല്ലെ ചുറ്റുപാട്. സോ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ ഇവാപറേഷൻ നടക്കാൻ വെള്ളം ബോയിൽ ചെയ്ത്, മനസ്സിലാവുന്നുണ്ടോ? വെള്ളം ബോയിൽ ചെയ്ത് തിളച്ചിട്ട് ബോയിലിംഗ് പോയിന്റ് അറ്റൈൻ ചെയ്തിട്ടാണോ വാട്ടർ വേപ്പർ ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നത്? ചോദ്യം ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഞാൻ എന്താ ചോദിച്ചതെന്ന് മനസ്സിലായോ? നമ്മൾ പറഞ്ഞു ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് നടക്കണമെങ്കിൽ ഒരു ലിക്വിഡ് ബോയിൽ ചെയ്തിട്ട് എന്താവുക? അതിന്റെ ബോയിലിംഗ് പോയിന്റ് അറ്റൈൻ ചെയ്തിട്ടാണ് അത് ഗ്യാസ് ആയിട്ട് മാറുന്നത് അല്ലേ. പക്ഷെ നമ്മൾ കാണുന്നുണ്ട് ഇവാപറേഷൻ നടക്കുന്നുണ്ടല്ലേ ചുറ്റുപാടും. പക്ഷെ ആ ഇവാപറേഷൻ നടക്കുമ്പോൾ നമ്മളിങ്ങനെ ഹീറ്റ് കൊടുത്തോണ്ടേ ഇരുന്നിട്ട് 100 ഡിഗ്രി, വെള്ളത്തിന്റെ കാര്യമാണ് പറയുന്നത്. ഇവാപറേഷൻ നടക്കുമ്പോൾ 100 ഡിഗ്രി സെൽഷ്യസിൽ അത് ബോയിൽ ചെയ്തിട്ട് അതിന്റെ ബൾക്ക് ഫിനോമിന ആയിട്ട് ഉള്ളിൽ നിന്ന് ഇങ്ങനെ ബബിൾസ് ഒക്കെ പൊങ്ങി അങ്ങനെ ഒരു ബോയിലിംഗ് ആയിട്ടാണോ ഇവാപറേഷൻ നടക്കുക? ആണോ? അല്ലേ. അപ്പോ ലിക്വിഡ് ഗ്യാസ് ആവാൻ അതിന്റെ ബോയിലിംഗ് പോയിന്റ് അറ്റൈൻ ചെയ്യണം എന്ന് നിർബന്ധമുണ്ടോ? എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? Change of a liquid into vapor at any temperature below its boiling point is called evaporation. So, change of a liquid എന്താവാണ്? വേപ്പർ ആയിട്ട് മാറുകയാണ്. എന്ത് അറ്റൈൻ ചെയ്യുന്നില്ല? പക്ഷേ ബോയിലിംഗ് പോയിന്റ് അറ്റൈൻ ചെയ്യുന്നില്ല. ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് നടക്കുന്നുണ്ട്, ലിക്വിഡ് വേപ്പർ ആയിട്ട് മാറുന്നുണ്ട്, പക്ഷെ അവിടെ ബോയിലിംഗ് പോയിന്റ് അറ്റൈൻ ചെയ്യുന്നില്ല. ബോയിലിംഗ് പോയിന്റ് അറ്റൈൻ ചെയ്യാതെ ഒരു ലിക്വിഡ് എന്തായിട്ട് മാറുക മക്കളെ? വേപ്പർ ആയിട്ട് മാറുകയാണ്. ഈ വേർഡ് ഇമ്പോർട്ടന്റ് ആണ്. ബിലോ ഇറ്റ്സ് ബോയിലിംഗ് പോയിന്റ് അല്ല, അറ്റ് ഇറ്റ്സ് ബോയിലിംഗ് പോയിന്റ് അല്ല, ബിലോ ഇറ്റ്സ് ബോയിലിംഗ് പോയിന്റ്. ഇപ്പൊ 100 ഡിഗ്രി സെൽഷ്യസ് ആവണ്ട, റൂം ടെമ്പറേച്ചറിൽ തന്നെ ഇപ്പൊ 25 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ തന്നെ എന്ത് സംഭവിക്കും? ഇവാപറേഷൻ സംഭവിക്കും അല്ലെ. അപ്പം 100 ഡിഗ്രി സെൽഷ്യസ് ഒന്നും ആവണ്ട, എത്രയാണോ റൂം ടെമ്പറേച്ചർ അതിൽ തന്നെയും ഇവാപറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. സോ ബോയിലിംഗ് പോയിന്റ് അറ്റൈൻ ചെയ്യേണ്ട. ബിലോ ഇറ്റ്സ് ബോയിലിംഗ് പോയിന്റ് വാട്ടർ ചേഞ്ചസ് ഇൻ ടു വേപ്പർ അല്ലെ. ലിക്വിഡ് എന്ന് ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് മാറുകയാണ്. ലിക്വിഡ് ഇൻ ടു വേപ്പർ അറ്റ് എനി ടെമ്പറേച്ചർ ബിലോ ഇറ്റ്സ് ബോയിലിംഗ് പോയിന്റ് ആവണ്ട, ബോയിലിംഗ് ചെയ്യണ്ട, ബൾക്കിൽ നിന്ന് ഇങ്ങനെ തിളച്ചിട്ട് വരണ്ട, ഒന്നും ചെയ്യണ്ട. വെള്ളം എന്തായി പോവും? ഇവാപറേഷൻ നടക്കുന്നുണ്ട് അല്ലെ. വാട്ടറിന് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് അല്ലെ, വാട്ടറിന് ഗ്യാഷ്യസ് ഫോമിലേക്ക് മാറുന്നുണ്ട്. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇവാപറേഷൻ എന്ന് പറയാ. ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയാ? ഇവാപറേഷൻ എന്ന് പറയാം. അപ്പൊ ഇവാപറേഷൻ എന്താന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഇവാപറേഷൻ എന്താ? ബോയിലിംഗ് പോയിന്റ് ഒന്നും ആവണ്ട, വെള്ളം അങ്ങനെ തിളക്കൊന്നും വേണ്ട, ബോയിലിംഗ് ആയിട്ടൊന്നും തിളക്കണ്ട. തിളക്കേണ്ടെന്നല്ല, ബോയിലിംഗ് പോയിന്റ് അറ്റൈൻ ചെയ്യേണ്ട. അതിന്റെ താഴെയുള്ള ബിലോ ഇറ്റ്സ് ബോയിലിംഗ് പോയിന്റില് ലിക്വിഡ് ഇൻ ടു ഗ്യാസ് ആയിട്ട് മാറുന്നതിനാണ് എന്ത് പറയാ? ഇവാപറേഷൻ എന്ന് പറയാ. ആൻഡ് ബോയിലിംഗ് എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞു BB എന്നല്ലേ. BB എന്തായിരുന്നു? ബോയിലിംഗ് എന്താ? ബൾക്ക് ഫിനോമിനൻ ആണല്ലേ. ബോയിലിംഗ് എന്ന് പറയുന്നത് ഒരു ബൾക്ക് ഫിനോമിനനാ. എന്താ ബൾക്ക് ഫിനോമിനൻ എന്ന് പറഞ്ഞാ? അതെ, അതിന്റെ ഉള്ളിലത്തെ പോർഷൻ എന്നാണ് അല്ലെ. അതിന്റെ സർഫസിൽ നല്ല വെള്ളം ഇവാപറേറ്റ് ചെയ്യുന്ന മീൻസ് സ്റ്റീം വേപ്പർ ആയിട്ട് മാറുന്നത് ഏതെവിടുന്ന? ബൾക്ക് പോർഷൻ അല്ലെ. അതിന്റെ ബൾക്ക് എന്നാണ് എന്ത് ചെയ്യുന്നത്? സ്റ്റീം ആയിട്ട് മാറുന്നത്. എവിടെ? ബോയിലിംഗില്. പക്ഷെ ഇവാപറേഷൻ നടക്കുമ്പം അതിന്റെ ബൾക്ക് നല്ല അതിന്റെ സ്റ്റീമായിട്ടും അല്ലെങ്കിൽ വേപ്പർ ആയിട്ട് മാറുന്നത് അതൊരു സർഫസ് ഫിനോമിനൻ ആണ്. സോ ഇവാപറേഷൻ ഈസ് എ സർഫസ് ഫിനോമിനൻ. എന്താണ്? സർഫസ് ഫിനോമിനൻ ആണ്. സർഫസ് ഫിനോമിനൻ എന്ന് പറഞ്ഞാൽ എന്താ?
സർഫസിൽ നടക്കുന്ന ഫിനോമിനൻ, ദാറ്റ് ഈസ് സർഫസ് ഫിനോമിനൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഒരു പോട്ടില് വെള്ളം വെക്കുകയാണെങ്കിൽ ഇവിടെ ഇവാപറേഷൻ നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇത് വെള്ളമാണ്, ഇത് വാട്ടറാ, ഇതിന് ഇവാപറേഷൻ നടക്കുന്നുണ്ടെങ്കിൽ ഈ സർഫസ് എന്നാണ് എന്ത് ചെയ്യുക മക്കളെ, സർഫസ് എന്നാണ് എന്ത് ചെയ്യുക, ഗ്യാസ് ആയിട്ട് അല്ലെങ്കിൽ വേപ്പർ ആയിട്ട് മാറുക. ഈ സർഫസ് പോർഷൻ എന്നാണ് എന്ത് ചെയ്യുക, ഫസ്റ്റ് വെള്ളം പോവാ, ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് നടക്കുക. പക്ഷെ ബോയിലിംഗ് ആണെങ്കിലോ, ബോയിലിംഗ് ആണെങ്കിൽ ഇത് ബോയിലിംഗ് ആണ്, ബോയിലിംഗ് ആണെങ്കിൽ എവിടെ നിന്നാ നടക്കുക, ബോയിലിംഗ് ആണെങ്കിൽ ഇതിന്റെ ബൾക്ക് പോർഷൻ എന്നാണ് അല്ലെ, ഇവിടെ നിന്ന് ഇങ്ങനെ ബബിൾസ് ഇങ്ങനെ പൊങ്ങി 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 ഇവിടെ നിന്നാണ് എന്ത് ചെയ്യുക ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് സംഭവിക്കുക. പക്ഷെ എന്താണ് ഇവാപറേഷൻ എന്ന് പറയുന്നത്, എന്താണ് മക്കളെ, ഒരു സർഫസ് ഫിനോമിനൻ ആണ്. അത് അതിന്റെ സർഫസിലാണ് എന്ത് ചെയ്യുക നടക്കുക. അത് ക്ലിയർ ആയോ നിങ്ങൾക്ക്? ക്ലിയർ ആയോ എന്തുകൊണ്ടാ ബോയിലിംഗും ഇവാപറേഷൻ തമ്മിലുള്ള വ്യത്യാസം, എന്താ ബൾക്ക് ഫിനോമിനൻ, എന്താ സർഫസ് ഫിനോമിനൻ എന്ന് ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? ബോയിലിംഗ് ആണെങ്കിൽ അതൊരു ബൾക്ക് ഫിനോമിനൻ ആണ്, അതിന്റെ ബൾക്ക് നിന്നായിരിക്കും ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് നടക്കുന്നുണ്ടാവുക. പക്ഷേ ഇവാപറേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു സർഫസ് ഫിനോമിനൻ ആണ്. സർഫസിലായിരിക്കും ഫസ്റ്റ് എന്ത് നടക്കുന്നുണ്ടാവുക, വേപ്പേഴ്സ് ആയിട്ട് പോകുന്നുണ്ടാവുക അല്ലെ. പാർട്ടിക്കിൾസ് ഫ്രം ദ സർഫസ് ഗെയിൻ ഇനഫ് എനർജി, അതിന് പോണെങ്കിൽ എന്ത് വേണം, എനർജി വേണം അല്ലെ. നമ്മൾ നേരത്തെ ബോയിലിംഗിന് ഹീറ്റ് എനർജി ഇങ്ങനെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇതിന്റെ പാർട്ടിക്കിൾസ് ഫ്രം സർഫസ് gain enough energy to overcome the forces of attraction and changes to vapor state. ഇവിടെ സർഫസ് ആണെങ്കിലും സർഫസ് ഫിനോമിനൻ ആണെങ്കിൽ പോലും നിങ്ങൾ നോക്കിയേ, ബൾക്ക് ഫിനോമിനൻ നടക്കുമ്പോൾ എന്താ അറിയോ പ്രശ്നം എന്നറിയോ മക്കളെ? ഇതിപ്പോ ബൾക്ക് ഫിനോമിനൻ ആണെന്ന് വിചാരിച്ചോ, ബോയിലിംഗ് അല്ലേ, ഇവിടെയൊക്കെ പാർട്ടിക്കിൾസ് ഇല്ലേ ഇതിന്റെ, ഈ പാർട്ടിക്കിൾസിന് നിങ്ങൾ ഇവിടെ ബൾക്കിലുള്ള ഒരു പാർട്ടിക്കിൾ നോക്കിയേ, ഈ പാർട്ടിക്കിളിനെ നോക്കുമ്പോൾ നിങ്ങൾ ഒബ്സർവ് ചെയ്യുമ്പോൾ ഇതിന് ആരൊക്കെ അട്രാക്ട് ചെയ്യുന്നുണ്ടാവും? ഇതിന്റെ ചുറ്റുമുള്ള ആൾക്കാർ മുഴുവൻ അട്രാക്ട് ചെയ്യുന്നുണ്ടാവും അല്ലെ. ഈ സെന്ററിലുള്ള ഈ ആളെ നോക്കിയാൽ മതി നിങ്ങള്, ഈ ഒരാൾക്ക് ആരുടെയൊക്കെ അട്രാക്ഷൻ ഉണ്ടാവും? ഇവിടുന്ന് അട്രാക്ട് ചെയ്യുന്നുണ്ടാവും, ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വൽ അട്രാക്ഷൻ ആണ്. ഇവിടുന്ന് അട്രാക്ട് ചെയ്യുന്നുണ്ടാവും, ഇവിടുന്ന് അട്രാക്ട് ചെയ്യുന്നുണ്ടാവും, ഇയാൾ അട്രാക്ട് ചെയ്യുന്നുണ്ടാവും. ഇങ്ങനെ ചുറ്റുമുള്ള ആൾക്കാർ മുഴുവൻ ആര് അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുക അല്ലെ ബോയിലിംഗിലുള്ള, അതായത് ബോയിലിംഗ് ചെയ്യുന്ന വാട്ടറിന് ഇവർക്കൊക്കെ അട്രാക്ഷൻ ഉണ്ടാവും അല്ലെ. ഈ അട്രാക്ഷൻ ബ്രേക്ക് ചെയ്യണമെങ്കിൽ, ഇവർ തമ്മിലുള്ള അട്രാക്ഷൻ ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം മക്കളെ? ഒരുപാട് എനർജീന്റെ ആവശ്യമുണ്ട് അല്ലെ. ഈ ബോണ്ട് എല്ലാം ബ്രേക്ക് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യണ്ടു? ഈ ബോണ്ട് എല്ലാം ബ്രേക്ക് ചെയ്താൽ മാത്രമേ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് നടക്കുള്ളൂ അല്ലെ. വാപ്പറൈസേഷൻ നടക്കുള്ളൂ അല്ലെ, വാപ്പറേഷൻ നടക്കുള്ളൂ. മീൻസ് ബോയിലിംഗ് നടന്നു കഴിഞ്ഞാൽ മാത്രമേ ഇവിടുന്ന് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് നടക്കുള്ളൂ അല്ലെ. ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എല്ലാം എന്ത് ചെയ്യണം? ബ്രേക്ക് ചെയ്യണം. എന്നാ മാത്രം, കാരണം ഇതെന്താ ബൾക്ക് ഫിനോമിനൻ അല്ലേ. സോ ബോയിലിംഗ് ചെയ്യുമ്പം ഈ ചുറ്റുമുള്ള ആൾക്കാരെ മൊത്തം ശ്രദ്ധിക്കണം. ഈ ചുറ്റിലുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ടാവും? ഇവരുടെ മ്യൂച്വലായിട്ട് അട്രാക്ട് ചെയ്യുന്നുണ്ടാവും. നേരെ മറിച്ച് സർഫസ് ഫിനോമിനൻ ആണെങ്കിൽ സർഫസിലുള്ള ആൾക്കാരെ നോക്കിയാൽ പോരെ. ഇപ്പൊ തൽക്കാലം സർഫസിലുള്ള ആൾക്കാർ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ഇവർക്ക് മേലെ ആൾക്കാരില്ലാലോ, ഇവർക്ക് എന്തായിരിക്കും? ഇവരെ ചുറ്റുമുള്ള ആൾക്കാരുടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറവായിരിക്കും അല്ലെ. കുറച്ച് ആൾക്കാരല്ലേ അട്രാക്ഷൻ ഉണ്ടാവുള്ളൂ. അപ്പൊ എന്താ, പാർട്ടിക്കിൾസ് ഫ്രം ദ സർഫസ് ഗെയിൻ ഇനഫ് എനർജി ടു ഓവർകം ദി ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ. അപ്പൊ അവർക്ക് കുറച്ച് എനർജി മതിയായിരിക്കും അല്ലെ. ഈ സർഫസിലുള്ള ആൾക്കാർക്ക് ഇവരുടെ അത്രയും എനർജി വേണ്ടി വരില്ലല്ലോ അവരുടെ അട്രാക്ഷൻ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവർക്ക് ഒരുപാട് ആൾക്കാർ മ്യൂച്വലി അട്രാക്ട് ചെയ്യുന്നുണ്ട്. സർഫസിലാണെങ്കിൽ കുറച്ച് അല്ലെ, അതിന് കുറച്ച് മതി അല്ലെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബ്രേക്ക് ചെയ്യാൻ ഇവർക്ക് ഈ സർഫസ് ഫിനോമിനൻ എന്ത് മതി? കുറച്ച് എനർജി മതി. സർഫസ് ഫിനോമിനന് കുറച്ച് എനർജി മതി. എന്നിട്ട് എന്ത് ചെയ്യും? അവർ ആ ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ ബ്രേക്ക് ചെയ്തിട്ട് എന്തായിട്ട് മാറും? വേപ്പർ ആയിട്ട്
മാറും. ആ പോയിന്റ് നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഇവർക്കിടയിൽ ഒരുപാട് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബ്രേക്ക് ചെയ്യാൻ കുറെ എനർജി വേണം. ഇവർക്ക് കുറച്ച് വേണ്ട ഒരു എനർജി ഉണ്ട്. ആ ഒരു എനർജി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബ്രേക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും? അവര് വേപ്പേഴ്സ് ആയിട്ട് മാറും. അതാണ് ഇവാപ്പറേഷനും ബോയിലിംഗും തമ്മിലുള്ള വ്യത്യാസം. ആൻഡ് ഓൾസോ ബൾക്ക് ഫിനോമിനനും സർഫസ് ഫിനോമിനനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നതും അതാണ്. ക്ലിയർ ആയോ നിങ്ങൾക്കത്? ക്ലിയർ ആയോ? ഒന്ന് ആലോചിച്ച് നോക്കി എന്താ ഞാൻ ഇപ്പൊ പറഞ്ഞതെന്ന്. വാപ്പറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താന്നാ പറഞ്ഞത്? നമുക്ക് ബോയിലിംഗ് പോയിന്റ് ഒന്നും അറ്റൈൻ ചെയ്യണ്ട. ബിലോ ഇറ്റ്സ് ബോയിലിംഗ് പോയിന്റ് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേപ്പേഴ്സ് ആയിട്ട് മാറ്റാൻ പറ്റും. നമ്മൾ മാറ്റണ്ട, റൂം ടെമ്പറേച്ചറിൽ തന്നെ എന്ത് ചെയ്യിക്കോളും? അത് മാറിക്കോളും. അതിനെയാണ് നമ്മൾ ഇവാപ്പറേഷൻ എന്ന് പറയാ. ആൻഡ് ഇവാപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു സർഫസ് ഫിനോമിനൻ ആണ്. അൺലൈക്ക് ആരെ പോലെ? ബോയിലിംഗ് പോലെ ബൾക്ക് ഫിനോമിനൻ അല്ല, അതൊരു സർഫസ് ഫിനോമിനൻ ആണ്. സർഫസിലുള്ള പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും? ഇനഫ് എനർജി ഗെയിൻ ചെയ്തിട്ട് അവരുടെ ഇടയിലുള്ള ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ ബ്രേക്ക് ചെയ്തിട്ട് വേപ്പേഴ്സ് ആയിട്ട് മാറും. ഓക്കെ, ഇനി ഇവാപ്പറേഷനെ കുറച്ച് ഫാക്ടേഴ്സ് എഫക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവുമായിരിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞു ചേഞ്ച് ഓഫ് സ്റ്റേറ്റിന് ടെമ്പറേച്ചറും പ്രഷറും വ്യത്യാസം വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് നടത്താൻ പറ്റും. ആൻഡ് ഓൾസോ ഇവാപ്പറേഷൻ ചിലപ്പോൾ ചില സമയത്ത് നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചാൽ മതി. ചില ക്ലൈമറ്റിൽ ഇവാപ്പറേഷൻ ഭയങ്കര കൂടുതലായിരിക്കും. നല്ല ചൂടുകാലത്തല്ലേ നല്ല കൊടും വരൾച്ച ഉണ്ടാവുക അല്ലേ? ഒരുപാട് വെള്ളം പോവും അല്ലെ? അങ്ങനെ ടെമ്പറേച്ചർ അപ്പൊ ഒരു ഇൻഫ്ലുവൻസിങ് ഫാക്ടർ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അങ്ങനെ ഈ ഇവാപ്പറേഷന് കുറച്ച് ഫാക്ടേഴ്സ് എഫക്ട് ചെയ്യുന്നുണ്ട്. ആ ഫാക്ടേഴ്സ് ആണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ദ ഫാക്ടേഴ്സ് എഫക്ടിങ് ഇവാപ്പറേഷനെ എഫക്ട് ചെയ്യാൻ പോകുന്ന ഫാക്ടേഴ്സിനെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ദ റേറ്റ് ഓഫ് ഇവാപ്പറേഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ എന്തൊക്കെ കാര്യങ്ങളാ? സർഫസ് ഏരിയ 1, ടെമ്പറേച്ചർ 2, ഹ്യൂമിഡിറ്റി 3, വിൻഡ് സ്പീഡ് 4. അപ്പൊ 4 കാര്യങ്ങളാണ് മെയിൻ ആയിട്ടും ഇവാപ്പറേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. 4 എണ്ണം. ഏതൊക്കെയാ അപ്പൊ പറഞ്ഞത്? സർഫസ് ഏരിയ, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, വിൻഡ് സ്പീഡ്. സർഫസ് ഏരിയ, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, വിൻഡ് സ്പീഡ്. അത് മറക്കല്ലേ. അപ്പൊ 4 ഫാക്ടേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്? റേറ്റ് ഓഫ് ഇവാപ്പറേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അത് നിങ്ങൾ എപ്പോഴും ആലോചിക്കണേ. ഇവാപ്പറേഷന് 4 ഫാക്ടേഴ്സ്. സർഫസ് ഏരിയ എങ്ങനെയായിരിക്കും? സർഫസ് ഏരിയ കൂടി കഴിഞ്ഞാൽ ഇവാപ്പറേഷൻ കൂടുവോ കുറയോ? സർഫസ് ഏരിയ കൂടി കഴിഞ്ഞാൽ ഇവാപ്പറേഷൻ കൂടുവോ കുറയോ? സർഫസ് ഏരിയ കൂടി കഴിഞ്ഞാൽ ഇവാപ്പറേഷൻ. നമ്മുടെ ക്ലോത്ത് ഒക്കെ ഉണങ്ങുന്നില്ലേ? അതെന്താ സംഭവിക്കുന്നത്? ക്ലോത്ത് ഒക്കെ ഉണങ്ങുന്നത് ബോയിലിംഗ് പോയിന്റ് അറ്റൈൻ ചെയ്തിട്ടാണോ ലിക്വിഡ് മാറി ഗ്യാസ് ആയിട്ട് മാറുന്നത്? തുണിയൊക്കെ അലക്കിയിട്ട് നമ്മൾ വിരിച്ചിട്ടിടുമ്പം അതിലെ വെള്ളം കണ്ടന്റ് ഒക്കെ പോകുന്നില്ലേ? അത് ഇവാപ്പറേഷനിലൂടെ അല്ലേ? അല്ലാതെ അത് ബോയിലിംഗ് ആയിട്ടല്ലല്ലോ അതിന്റെ വാട്ടർ വേപ്പർ ആയിട്ട് മാറുന്നത്. ഇവാപ്പറേഷൻ ആണ്. അത് ഉറപ്പല്ലേ നിങ്ങൾക്ക്? ഇവാപ്പറേഷൻ ആണ് നടക്കുന്നത് അല്ലെ? സോ സർഫസ് ഏരിയ കൂടിക്കഴിഞ്ഞാൽ ഇവാപ്പറേഷൻ റേറ്റ് കൂടോ കുറയോ? സർഫസ് ഏരിയ കൂടി കഴിഞ്ഞാൽ ഇവാപ്പറേഷന്റെ റേറ്റ് കൂടുക ചെയ്യുക അല്ലെ? നമ്മൾ എപ്പോഴും തുണി വിരിച്ചല്ലേ ഇടുന്നത്? തുണി നന്നായിട്ട് നിവർത്തി വിരിച്ചിട്ടല്ലേ ഇടുന്നത്? എന്തിനു വേണ്ടിയിട്ടാ തുണി വിരിച്ചിടുന്നത്? അല്ലെങ്കിൽ കഴുകിയിട്ട് അങ്ങനെ തന്നെ ചുരുട്ടി വെച്ചാൽ പോരെ? നമുക്ക് ചുരുട്ടി ഇങ്ങനെ കൊണ്ടുവച്ചിട്ടാ പോരെ? വിരിച്ചിട്ടാ പോരെ? വിരിച്ചിടണ്ടല്ലോ ഇങ്ങനെ നിവർത്തി. അപ്പോ സർഫസ് ഏരിയ കൂടുമ്പോ എന്താ സംഭവിക്കുക? ഇവാപ്പറേഷൻ കൂടും അല്ലെ? പെട്ടെന്ന് ഇവാപ്പറേറ്റ് ചെയ്യും. പെട്ടെന്ന് എന്ത് കിട്ടും? നമുക്ക് തുണി ഉണങ്ങി കിട്ടും അല്ലെ? ഡ്രസ്സ് പെട്ടെന്ന് ഉണങ്ങി കിട്ടും. സോ സർഫസ് ഏരിയ ഇൻക്രീസസ് ദ റേറ്റ് ഓഫ് ഇവാപ്പറേഷൻ. സർഫസ് ഏരിയ കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? റേറ്റ് ഓഫ് ഇവാപ്പറേഷൻ കൂടുന്നുണ്ട്. ഓക്കെ, ഇനി ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് ദ റേറ്റ് ഓഫ് ഇവാപ്പറേഷൻ. ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് ദ റേറ്റ് ഓഫ് ഇവാപ്പറേഷൻ. അത് നിങ്ങൾക്ക് കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല അല്ലെ? ചൂടുകാലത്ത് പെട്ടെന്ന് തുണിയൊക്കെ ഉണങ്ങി കിട്ടും, പെട്ടെന്ന് ഡ്രസ്സൊക്കെ ഉണങ്ങി കിട്ടും. ആൻഡ് ഓൾസോ ഞാൻ പറഞ്ഞ പോലെ ചൂടുകാലത്താണ് എല്ലാത്തരം വെള്ളം, നമ്മുടെ വാട്ടർ റിസോഴ്സസ് ഒക്കെ വെള്ളം പോകുന്നതൊക്കെ, കൂടുതലായിട്ട് വെള്ളം പോകുന്നതൊക്കെ ഏത് കാലത്താ? ചൂടുകാലത്താണ് അല്ലെ? അപ്പൊ ടെമ്പറേച്ചർ, അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ കൂടുതലാ. അപ്പൊ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാലും എന്ത് സംഭവിക്കും മക്കളെ? റേറ്റ് ഓഫ് ഇവാപ്പറേഷൻ കൂടും. ആ 2 പോയിന്റ് നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഏതൊക്കെയാ? ഒന്ന് സർഫസ് ഏരിയ, ഒന്ന് ടെമ്പറേച്ചർ, പിന്നെ ഹ്യൂമിഡിറ്റി. ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എന്താ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്ന വേർഡ് മീനിങ് എന്താ? ഹ്യൂമിഡ് ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ്, ഒരു തണുത്ത ഒരു അറ്റ്മോസ്ഫിയറിൽ കുറെ വാട്ടർ കണ്ടന്റ് ഒക്കെ ഉണ്ടെന്ന് നമുക്ക് തോന്നുന്ന ഒരു ഹ്യൂമിഡ് ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് അല്ലെ. ഒരു അറ്റ്മോസ്ഫിയർ തന്നെ എന്താണ്, വലിയ വരൾച്ച ഇല്ലാത്ത ഒരു ഒരു ഹ്യൂമിഡ് ആയിട്ട് ഒരു തണുത്തൊരു അറ്റ്മോസ്ഫിയർ അല്ലെ. അതായത് വാട്ടർ വേപ്പേഴ്സ് അറ്റ്മോസ്ഫിയറിൽ ഉണ്ടെന്ന് നമുക്ക് തന്നെ അറിയാൻ പറ്റും, നമുക്ക് തന്നെ ഫീൽ ചെയ്യാൻ പറ്റും അല്ലെ ഹ്യൂമിഡ് ആണെങ്കിൽ. സോ ഹ്യൂമിഡിറ്റി കൂടി കഴിഞ്ഞാല് റേറ്റ് ഓഫ് ഇവാപ്പറേഷൻ കുറയും. അപ്പൊ ഹ്യൂമിഡിറ്റി കൂടി കഴിഞ്ഞാല് റേറ്റ് ഓഫ് ഇവാപ്പറേഷൻ കുറയും. അതുകൊണ്ടാണ് ഈ വർഷകാലത്തൊക്കെ എന്താണ്, മഴക്കാലത്തൊക്കെ എന്താണ്, ഡ്രസ്സ് പെട്ടെന്ന് ഉണങ്ങി കിട്ടും അല്ലെ. കിട്ടുവോ? ഇല്ല അല്ലെ. ഹ്യൂമിഡ് ആയിട്ടുള്ള ക്ലൈമറ്റ് ആണ്. അപ്പൊ ഇവാപ്പറേഷൻ റേറ്റ് എന്താണ്, കുറവായിരിക്കും അല്ലെ. സോ ഹ്യൂമിഡിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ഒക്കെ അറിയോ നിങ്ങക്ക്? പഠിക്കണ്ട, ഞാൻ ജസ്റ്റ് പറയുന്ന. ഹ്യൂമിഡിറ്റി ആൻഡ് റേറ്റ് ഓഫ് ഇവാപ്പറേഷൻ എന്താ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ഇവാപ്പറേഷൻ കൂടണമെങ്കിൽ ഹ്യൂമിഡിറ്റി കൂടി കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ഇവാപ്പറേഷൻ കുറയും. അതാ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഹ്യൂമിഡിറ്റി കൂടി കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ഇവാപ്പറേഷൻ കുറയും. ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയുക ചെയ്യാം. അതിനാണ് നമ്മൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയാം. ഇനിയിപ്പോ ഒന്ന് കൂടുമ്പോൾ, അതായത് ടെമ്പറേച്ചർ കൂടുമ്പം റേറ്റ് ഓഫ് ഇവാപ്പറേഷൻ കൂടുകയല്ലേ ചെയ്യുക, അതിനെ നമ്മൾ എന്താ പറയാ? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്നാ പറയാ അല്ലെ. ഡയറക്റ്റ്, അതായത് ടെമ്പറേച്ചർ കൂടുമ്പം റേറ്റ് ഓഫ് ഇവാപ്പറേഷൻ കൂടും, ടെമ്പറേച്ചർ കുറയുകയാണെങ്കിൽ റേറ്റ് ഓഫ് ഇവാപ്പറേഷൻ കുറയും. അങ്ങനെയാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണലും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലും നമ്മൾ പറയുന്നത്. സോ ഞാൻ പറഞ്ഞു ഹ്യൂമിഡിറ്റി കൂടുന്ന സമയത്ത് റേറ്റ് ഓഫ് ഇവാപ്പറേഷൻ കുറയും. ഇൻക്രീസ് ഇൻ ഹ്യൂമിഡിറ്റി ഡിക്രീസസ് ദ റേറ്റ് ഓഫ് ഇവാപ്പറേഷൻ. ആൻഡ് ഫൈനലി ഏതാ? വിൻഡിന്റെ സ്പീഡ്. ഇൻക്രീസ് ഇൻ വിൻഡ് സ്പീഡ് ഇൻക്രീസസ് ദ റേറ്റ് ഓഫ് ഇവാപ്പറേഷൻ. വിൻഡ് സ്പീഡ് കൂടുതലാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ വേറെ ഒന്നും ആലോചിക്കേണ്ട, നിങ്ങൾ ഡ്രസ്സൊക്കെ വിരിച്ച് ഫാനിന്റെ താഴേക്ക് ഇടുകയാണെങ്കിൽ വിൻഡിന്റെ സ്പീഡ് കൂടുമ്പോൾ എന്ത് ചെയ്യും? ഇവാപ്പറേഷൻ ഫാസ്റ്റ് ആവും അല്ലെ. ഇവാപ്പറേഷൻ. അതുപോലെ നല്ല കാറ്റുള്ള സമയമാണെങ്കിൽ കാറ്റത്തൊക്കെ ഉണങ്ങുന്നു അറിയാം അല്ലെ. ഡ്രസ്സസ് ഒക്കെ കാറ്റുണ്ടായാലും മതി എന്ന് പറയും അല്ലെ. എന്തുകൊണ്ടാ? ഇൻക്രീസ് ഇൻ ഇതെന്താ? ഇൻക്രീസിന് രണ്ടായി, ഒരയ്യാണ്. ഇൻക്രീസ് ഇൻ വിൻഡ് സ്പീഡ് ഇൻക്രീസസ് ദ റേറ്റ് ഓഫ് ഇവാപ്പറേഷൻ. വിൻഡ് സ്പീഡ് കൂടുമ്പോൾ ഇവാപ്പറേഷൻ റേറ്റ് എന്ത് ചെയ്യും? കൂടും. സോ നമ്മൾ 4 ഫാക്ടേഴ്സ് ആണ്, ഇവാപ്പറേഷൻ എഫക്ട് ചെയ്യുന്ന 4 ഫാക്ടേഴ്സ് ആണ്. ദ റേറ്റ് ഓഫ് ഇവാപ്പറേഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ സർഫസ് ഏരിയ, ഹ്യൂമിഡിറ്റി, ടെമ്പറേച്ചർ, വിൻഡ് സ്പീഡ്. 4 കാര്യങ്ങൾ. അതിനകത്ത് ടെമ്പറേച്ചർ, സർഫസ് ഏരിയ കൂടി കഴിഞ്ഞാൽ ഇവാപ്പറേഷൻ കൂടും, ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞാൽ ഇവാപ്പറേഷൻ കൂടും, വിൻഡ് സ്പീഡ് കൂടി കഴിഞ്ഞാൽ ഇവാപ്പറേഷൻ കൂടും. ആകെ ഹ്യൂമിഡിറ്റി കൂടി കഴിഞ്ഞാൽ ഇവാപ്പറേഷൻ കുറയും. ഒരെണ്ണം മാത്രം കൂടുമ്പോൾ മറ്റേത് കുറയും. ബാക്കിയെല്ലാം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഒന്ന് കൂടുമ്പോൾ ഒന്ന് കൂടും. സർഫസ് ഏരിയ കൂടുമ്പോൾ റേറ്റ് ഓഫ് ഇവാപ്പറേഷൻ കൂടും, ടെമ്പറേച്ചർ കൂടുമ്പോൾ റേറ്റ് ഓഫ് ഇവാപ്പറേഷൻ കൂടും, വിൻഡ് സ്പീഡ് കൂടുമ്പോൾ റേറ്റ് ഓഫ് ഇവാപ്പറേഷൻ കൂടും. പക്ഷെ ഹ്യൂമിഡിറ്റി കൂടുമ്പോൾ റേറ്റ് ഓഫ് ഇവാപ്പറേഷൻ കുറയുക ചെയ്യുക. ആ ഒരൊറ്റ ഡിഫറൻസേ ഉള്ളൂ. ഈ 4 കാര്യങ്ങൾ നിങ്ങൾ മറക്കരുത്. ഫാക്ടേഴ്സ് എഫക്ടിങ് ഇവാപ്പറേഷൻ. ഓക്കെ, ഇനി ഇവാപ്പറേഷൻ ഉണ്ടാവുമ്പം കൂളിംഗ് ഉണ്ടാവും എന്നാ പറയാ. അതായത് ഇവാപ്പറേഷൻ നടന്നു കഴിഞ്ഞാൽ അതൊരു കൂളിംഗ് അറ്റ്മോസ്ഫിയർ തരും എന്നാണ് പറയാ. അതെന്തുകൊണ്ടാ? ഒരു ലിക്വിഡ് ഇവാപ്പറേറ്റ് ചെയ്യുമ്പം എന്ത് സംഭവിക്കും? ദ പാർട്ടിക്കിൾസ് ഓഫ് ദ ലിക്വിഡ് അബ്സോർബ് ഹീറ്റ് ഫ്രം ദി സറൗണ്ടിങ്സ് ആൻഡ് ഇവാപ്പറേറ്റ്സ്. സോ ദി സറൗണ്ടിങ് ബിക്കം കോൾഡ്. എന്താ പറഞ്ഞത്? നമ്മള് ഇവാപ്പറേഷൻ നടക്കുന്ന സമയത്ത് ഒരു കൂളിംഗ് എഫക്ട് തരും എന്നാ പറഞ്ഞത്. ഈ സ്വെറ്റ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂളിംഗ് എഫക്ട് കിട്ടുന്നില്ലേ നമുക്ക് വിയർക്കുമ്പം? അതെന്തുകൊണ്ടാ? അവിടെ ഇവാപ്പറേഷൻ അല്ലേ നടക്കുന്നത്. സ്വെറ്റ് ഉണ്ടായി കഴിഞ്ഞ് ഇവാപ്പറേഷൻ അല്ലേ നടക്കുന്നത്. സോ അതൊരു കൂളിംഗ് എഫക്ട് തരുന്ന പറയുന്നത്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലിക്വിഡിന് ഇവാപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഒരു എനർജി വേണം അല്ലെ. ആ എനർജി അത് എവിടെ നിന്ന് എടുക്കും? അതിന്റെ പാർട്ടിക്കിൾസ് എവിടെ നിന്ന് എടുക്കും? സറൗണ്ടിങ്സ് അതിന് വേണ്ടിയുള്ള ഹീറ്റ് എനർജി അത് അബ്സോർബ് ചെയ്യും. അതിന് ഇവാപ്പറേറ്റ് ചെയ്യേണ്ട എനർജി, ഹീറ്റ് എനർജി അത് എവിടെ നിന്ന് എടുക്കും? അതിന്റെ സറൗണ്ടിങ്സ് ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും? സറൗണ്ടിങ്സിലുള്ള ഹീറ്റ് ഒക്കെ ഇത് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ സറൗണ്ടിങ്സിൽ ഇനി ചൂടില്ല. ചൂട് കുറയുമ്പോ എന്ത് ചെയ്യും? ചൂട് മൊത്തത്തിൽ എടുക്കഴിയുമ്പോ ഈ ഹീറ്റ് എനർജി മൊത്തത്തിൽ എടുക്കുമ്പോ എന്ത് ചെയ്യും? ചുറ്റുമുള്ള സറൗണ്ടിങ്സിൽ ഹീറ്റ് ഇല്ല. ഹീറ്റ് ഇല്ലാണ്ടാവുമ്പോ എന്താ സംഭവിക്കുക? തണുക്കും അല്ലെ, കൂളാവും അല്ലെ. അത്രേ ഉള്ളൂ. അത് ലിക്വിഡ് ഇവാപ്പറേറ്റ് ചെയ്യുമ്പം അതിന് ഇവാപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഒരു എനർജി വേണമല്ലോ.
എന്നാലല്ലേ അതിന് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബ്രേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിനൊരു എനർജി ഉണ്ടെങ്കിൽ മാത്രമേ അതിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇവാപറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതെന്ത് ചെയ്യും, അതിന്റെ സറൗണ്ടിങ്സ് എന്ത് ചെയ്യും, ഹീറ്റ് എനർജീനെ അബ്സോർബ് ചെയ്യും. ആ ഹീറ്റ് എനർജീനെ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സറൗണ്ടിങ്സിൽ പിന്നെ ഹീറ്റ് ഇല്ല, എന്തായിരിക്കും, ഒരു കൂളിംഗ് എഫക്ട് ആയിരിക്കും സറൗണ്ടിങ്സിൽ ഉണ്ടാവുക. ക്ലിയർ അല്ലേ അത്? ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഹാപ്പൻസ് വെൻ യു പോർ സം അസറ്റോൺ ഓർ നെയിൽ പോളിഷ് റിമൂവർ ഓൺ യുവർ പാം? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ നെയിൽ പോളിഷ് റിമൂവർ ആയാലും ഈ അസറ്റോൺ ഒക്കെ നമ്മള് പാമിൽ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് അത് ഇട്ട് കഴിഞ്ഞ പാടെ അതെന്ത് ആയി പോവും, വാപ്പേഴ്സ് ആയി പോവും അല്ലെ. പിന്നെ ഒരു എന്ത് എഫക്ട് ആയിരിക്കും ഉണ്ടാവുക, എന്താ സംഭവിക്കുക അവിടെ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും, അവർക്ക് ഇവാപറേഷൻ നടത്തണം അല്ലെ. ഇത് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അതിന് ഇവാപറേഷൻ ഉള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് അതെന്ത് ചെയ്യും, ബോഡിന്ന് എന്ത് ചെയ്യും, ഹീറ്റ് എനർജി. അതിന്റെ സറൗണ്ടിങ്സ് എന്ന് പറയുന്നത് ഏതായിരിക്കും, അപ്പം നമ്മുടെ ബോഡിയാണ് അല്ലെ. അപ്പൊ നമ്മുടെ ബോഡി പാർട്ടിന്ന് എന്ത് ചെയ്യും, നമ്മുടെ സറൗണ്ടിങ്സ് എന്ന് അല്ലെ, ബോഡി പാർട്ട് എന്ന് പറയുന്നത് നമ്മൾ കയ്യിലാണെങ്കിൽ കയ്യിൽ, പാമെന്ന് എന്ത് ചെയ്യും, അതിന് വേണ്ട ഹീറ്റ് എനർജി എന്ത് ചെയ്യും, അത് അബ്സോർബ് ചെയ്യും. എന്നാലല്ലേ ഇനി ഇവാപറേഷൻ നടത്താൻ പറ്റുള്ളൂ. സോ അതിന് വേണ്ട ഹീറ്റ് എനർജി അത് പാമെന്ന് അല്ലെങ്കിൽ അതിന്റെ സറൗണ്ടിങ്സ് എന്ന് അത് ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യും. എന്ത് ചെയ്യും, എന്നിട്ട് ഇവാപറേറ്റ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും, പാമിലുള്ള ഹീറ്റ് എനർജി മുഴുവൻ അതിന് ഇവാപറേഷൻ ചെയ്യാനുള്ള ഒരു എനർജി ആയിട്ട് പോയല്ലേ. അപ്പൊ പാമിൽ ഇനി ഹീറ്റ് എനർജി ഉണ്ടോ, ഇല്ല. ഹീറ്റ് എനർജി ഇല്ലാത്തപ്പോ എന്തായിരിക്കും, പാമിന് കൂൾ അറ്റ്മോസ്ഫിയർ ആയിരിക്കും അല്ലെ. അപ്പൊ ഒരു തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യും. അതാ പറയുന്ന ഒരു അസറ്റോൺ എടുത്ത് കയ്യിലാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നെയിൽ പോളിഷ് റിമൂവർ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇവാപറേഷൻ സംഭവിക്കും. ഇവാപറേഷൻ സംഭവിക്കണമെങ്കിൽ അതിനൊരു എനർജി വേണം അല്ലെ, എന്നാലല്ലേ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബ്രേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലേ മാത്രം ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബ്രേക്ക് ചെയ്താൽ മാത്രമേ അതിന് ഗ്യാസ് സ്റ്റേറ്റിലേക്ക് പോകാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ അതെന്ത് ചെയ്യും, സറൗണ്ടിങ്സ് എനർജി അബ്സോർബ് ചെയ്യും. എനർജി എന്ന് പറയുന്നത് പാമിലാണെങ്കിൽ പാമെന്നുള്ള എനർജി എന്ത് ചെയ്യും, ഹീറ്റ് എനർജി അത് അബ്സോർബ് ചെയ്യും. സോ പാമിന് എന്തായിരിക്കും, ഒരു തണുത്ത എഫക്ട് ആയിരിക്കും ഉണ്ടാവുക. വേറൊരു ക്വസ്റ്റ്യൻ ആണ്, വൈ ഷുഡ് ബി വിയർ കോട്ടൺ ക്ലോത്ത്സ് ഇൻ സമ്മർ? എന്തുകൊണ്ടാണ് നമ്മൾ സമ്മർ സീസണിൽ കോട്ടന്റെ ഡ്രസ്സസ് ഇടണമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോട്ടൺ ആണ് സമ്മറിൽ ബെറ്റർ എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? നിങ്ങൾ അങ്ങനെ കേട്ടിട്ടുണ്ടോ, കോട്ടന്റെ ഇടുന്നയാ നല്ലത് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ സമ്മർ സീസണിൽ? ഉണ്ടല്ലേ. സോ അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാല് സമ്മേഴ്സില് നമ്മൾ കൂടുതലായിട്ട് വേർക്കും അല്ലെ, ഭയങ്കര ചൂടല്ലേ, ഭയങ്കരമായിട്ട് എന്ത് ചെയ്യും, സ്വെറ്റ് ചെയ്യും അല്ലെ, ഫുൾ ചൂടാണ്. അപ്പൊ നല്ല സ്വെറ്റിംഗ് ഉണ്ടാവും. അപ്പൊ അതുപോലെ തന്നെ കോട്ടൺ എന്ന് പറയുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് എന്തിനെ അബ്സോർബ് ചെയ്യും, നന്നായിട്ട് വാട്ടറിനെ അബ്സോർബ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണ് എന്ത്, കോട്ടൺ എന്ന് പറയുന്നത്. സോ കോട്ടൺ ഇസ് എ ഗുഡ് അബ്സോർബർ ഓഫ് വാട്ടർ. അപ്പം എവിടെ വാട്ടർ ഉണ്ടെങ്കിലും കോട്ടൺ എന്ത് ചെയ്യും, അതിനെ അബ്സോർബ് ചെയ്യും. അപ്പം എന്ത് ചെയ്യും, നമ്മൾ സ്വെറ്റ് ചെയ്യുന്ന സമയത്ത് സമ്മർ സീസണിൽ നന്നായിട്ട് സ്വെറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ സമ്മർ സീസണിൽ സ്വെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കോട്ടൺ ഡ്രസ്സസ് ഇട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ സ്വെറ്റിലുള്ള വാട്ടറിനെ ആര് അബ്സോർബ് ചെയ്യും, കോട്ടൺ നല്ലൊരു വാട്ടർ അബ്സോർബർ ആണല്ലോ. സോ സ്വെറ്റിലുള്ള വാട്ടറിനെ കോട്ടൺ എന്ത് ചെയ്യും, അബ്സോർബ് ചെയ്യും. സോ എന്ത് ചെയ്യും, thus it absorbs sweat from our body and exposes the liquid to the atmosphere. അപ്പൊ നമ്മുടെ ബോഡിയിൽ ഉണ്ടായിരുന്നുള്ള സ്വെറ്റിനെ അത് എന്ത് ചെയ്യും, അബ്സോർബ് ചെയ്തിട്ട് അത് അറ്റ്മോസ്ഫിയറിന് കുറച്ചും കൂടി ആക്സസ് കൊടുക്കും അല്ലെ. അപ്പൊ ഡ്രസ്സിലേക്ക് സ്വെറ്റ് ആകുന്ന സമയത്ത് കുറച്ചും കൂടി എക്സ്പോസ് ചെയ്ത് വരും അല്ലെ. ആ സ്വെറ്റിന്റെ പാർട്ടിക്കിൾസിനെ കുറച്ചും കൂടി വാട്ടറിനെ അറ്റ്മോസ്ഫിയറിന് എക്സ്പോഷർ കൊടുക്കും. അപ്പൊ എന്ത് ചെയ്യും, ഇവാപറേഷൻ കുറച്ചും കൂടി ഫാസ്റ്റ് ആയിരിക്കും അല്ലെ, കുറച്ചും കൂടി എക്സ്പോഷർ കിട്ടി. സ്വെറ്റ് പാർട്ടിക്കിൾ കോട്ടണിലെ പറ്റി പിടിച്ചിരിക്കുമ്പോ കുറച്ചും കൂടി എക്സ്പോഷർ കിട്ടി. സോ എന്തായിരിക്കും, ഇവാപറേഷൻ കുറച്ചും കൂടി ഫാസ്റ്റർ ആയിരിക്കും. ഇപ്പൊ ഇവാപറേഷൻ നടക്കണമെങ്കിലും എന്ത് വേണം, അവർക്ക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബ്രേക്ക് ചെയ്യണം, അവർക്ക് ഹീറ്റ് എനർജി വേണം. അവരെവിടുന്ന ഹീറ്റ് എനർജി എടുക്കുക, അതിന്റെ സറൗണ്ടിങ്സ് നിന്ന് ഹീറ്റ് എനർജി എടുക്കുകയും ചെയ്യും. ഡ്യൂറിംഗ് ദിസ് ഇവാപറേഷൻ പാർട്ടിക്കിൾസ് ഓൺ ദി സർഫസ് ഓഫ് ദ ലിക്വിഡ് എവിടുന്ന് ഗെയിൻ ചെയ്യും ഹീറ്റ് എനർജി, ഫ്രം അവർ ബോഡി സർഫസ്. നമ്മളെ ബോഡി സർഫസ് നിന്നായിരിക്കും അവര് ഹീറ്റ് എനർജി എടുക്കുന്നുണ്ടാവുക. എന്നാൽ മാത്രമേ പ്രോസസ് ഓഫ് ഇവാപറേഷൻ നടക്കുള്ളൂ. അപ്പൊ എന്താ, ബോഡി സർഫസിന് ഹീറ്റ് എനർജി എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, മേക്കിംഗ് ദ ബോഡി കൂൾ അല്ലെ. അപ്പൊ എന്തായിരിക്കും, നമുക്കൊരു തണുത്ത ഫീലിംഗ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മളോട് എന്ത് പറയുന്നത്, സമ്മർ സീസണില് കോട്ടണിന്റെ ക്ലോത്ത്സ് ആണ് ബെറ്റർ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാ, കോട്ടൺ എന്ന് പറയുന്നത് നല്ലൊരു വാട്ടറിനെ അബ്സോർബ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണ്. സോ നമ്മൾ സ്വെറ്റ് ചെയ്യുന്ന സമയത്ത് ഈ കോട്ടൺ എന്ത് ചെയ്യും, നമ്മുടെ ബോഡിയിലുള്ള സ്വെറ്റിനെ അതിനകത്തുള്ള വാട്ടറിനെ അബ്സോർബ് ചെയ്യും. അങ്ങനെ അബ്സോർബ് ചെയ്യുമ്പോൾ നമ്മുടെ ഡ്രസ്സിലേക്ക് അതാവുന്ന സമയത്ത് എന്ത് സംഭവിക്കും, കൂടുതൽ എക്സ്പോഷർ ടു അറ്റ്മോസ്ഫിയർ ആയിരിക്കും അല്ലെ. അപ്പൊ എന്ത് ചെയ്യും, അത് ഇവാപറേറ്റ് ചെയ്യണമെങ്കിൽ അതിന് എന്തായാലും എന്ത് വേണം, സറൗണ്ടിങ്സ് അതിന് എനർജി എടുക്കണം. സോ നമ്മുടെ ബോഡിയിൽ തന്നെ നമ്മൾ അത്
വിയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ നിന്ന് തന്നെ എന്ത് ചെയ്യും, അത് അതിന്റെ അടുത്തുള്ള സറൗണ്ടിങ് ബോഡിയിൽ നിന്ന് എന്ത് ചെയ്യും, അത് എനർജി അബ്സോർബ് ചെയ്യും. സോ അതിന് ഇവാപറേറ്റ് ചെയ്യേണ്ട എനർജി കിട്ടുകയും ചെയ്യും. നമ്മുടെ ബോഡിയിൽ നിന്നുള്ള എനർജി പോയത് കാരണം, ഹീറ്റ് പോയത് കാരണം നമുക്ക് എന്ത് കിട്ടും, ഒരു കൂളിംഗ് എഫക്റ്റും കിട്ടുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ കൂളിംഗ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മളോട് സമ്മർ സീസണിൽ കോട്ടൺ ക്ലോത്ത്സ് യൂസ് ചെയ്യണമെന്ന് പറയുന്നത്. അത് ക്ലിയർ ആയില്ലേ മക്കളെ? സോ വേറൊരു ക്വസ്റ്റ്യൻ ആണ്, വൈ ഡു വി സീ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഓൺ ദ ഔട്ടർ സർഫേസ് ഓഫ് എ ഗ്ലാസ് കണ്ടെയ്നിങ് ഐസ് കോൾഡ് വാട്ടർ? നമ്മള് ഗ്ലാസ്സിൽ തണുത്ത വെള്ളം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ സറൗണ്ടിങ്സിൽ എന്തുണ്ടാവും, വാട്ടർ ഡ്രോപ്ലെറ്റ്സ് കാണാം അല്ലെ നിങ്ങക്ക്? ഇങ്ങനെ വെള്ളം ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്ന കാണുന്നില്ലേ? അതെങ്ങനെയാ അവിടെ എന്തിനാ നടക്കുന്നത്, ഇവാപറേഷന്റെ പ്രോസസ് തന്നെയാണ് നടക്കുന്നത്. സറൗണ്ടിങ്സിലുള്ള വാട്ടറിന് എന്ത് വേണം, ഇത് ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്തിട്ട് എന്ത് ചെയ്യാ അതിവിടെ വന്നിട്ട് പറ്റി പിടിക്കുകയാണ് ചെയ്യുക. അപ്പാണ് എന്ത് ചെയ്യുന്നത്, ഒരു കണ്ടൻസേഷൻ നടന്നിട്ടാണ് എന്ത് സംഭവിക്കുന്നത്, ഈ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഇങ്ങനെ കാണാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഗ്ലാസിന്റെ അകത്ത് നമ്മൾ ഐസ് കോൾഡ് വാട്ടർ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഓൺ ദി ഔട്ടർ സർഫേസ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? വേറൊരു ക്വസ്റ്റ്യൻ ആണ്, ഹൗ ഡസ് ദ വാട്ടർ കെപ്റ്റ് ഇൻ എൻ earthen pot become cool during summer? നിങ്ങൾ ഈ സാധനം കണ്ടിട്ടുണ്ടോ? കൂജ എന്നൊക്കെ പറയാ. വെള്ളമൊക്കെ പണ്ട് കാലത്തൊക്കെ, ഇപ്പോഴും എടുക്കുന്ന ആൾക്കാരുണ്ട് അല്ലെ, കൂജയില് വെള്ളം സൂക്ഷിക്കും അല്ലെ. എന്തിനു വേണ്ടിയിട്ടാ സൂക്ഷിക്കുന്നത്? ഇത് കുറച്ചും കൂടി, ഇത് തണുത്ത കാലത്തൊക്കെ ഇത് ഭയങ്കര ബെനിഫിഷ്യൽ ആയിട്ട് അഡ്വാൻറ്റേജ് ഉണ്ട് ഇതിന് ഭയങ്കര. ഇത് തണുപ്പുന്ന സൂക്ഷിച്ചു വെക്കുന്ന പറയാം. നല്ല ഫ്രിഡ്ജിൽ വെച്ച വെള്ളം പോലെ ഇരിക്കും നമ്മൾ കൂജയില് വെള്ളം എടുത്തു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് നമ്മൾ സമ്മർ സീസണിൽ കൂടുതലായിട്ടും ഇതിനകത്തൊക്കെ എന്ത് ചെയ്യുന്നത്, വെള്ളം കീപ്പ് ചെയ്യുന്നത്. അതാണ് നമ്മള് എന്തായിരിക്കും ഇതിന്റെ ബേസിക് ഫിനോമിനൻ എന്തായിരിക്കും? ഇവാപറേഷൻ ആയിരിക്കും അല്ലെ? ഇവാപറേഷൻ ആയിരിക്കും. നോക്കാം നമുക്ക്. ഈ earthen പോട്ടിൽ കുറച്ച് പോസ് ഉണ്ട്. ആ പോസിൽ കൂടെ എന്ത് സംഭവിക്കും, ലിക്വിഡ് ഇവാപറേറ്റ് ചെയ്യും. ആ ഉണ്ടാക്കിയിരിക്കുന്ന പോട്ടില്ലേ, അതിന് കുറച്ച് പോസ് ഉണ്ടാവും. ആ പോസ് വഴി ലിക്വിഡ് ഇവാപറേറ്റ് ചെയ്യും. ലിക്വിഡ് ഇവാപറേറ്റ് എവിടെ നടക്കുന്നുണ്ടോ അവർക്ക് എന്ത് വേണം, ഹീറ്റ് എനർജി വേണം അല്ലെ? അപ്പൊ ഈ ഹീറ്റ് എനർജി എവിടെയാണ് കിട്ടുക? when a liquid evaporate, the particles of the liquid absorb energy from the container. കണ്ടെയ്നറിൽ എന്ത് ചെയ്യും, ഹീറ്റ് എനർജി അത് അബ്സോർബ് ചെയ്യും. കോമ്പൻസേറ്റ് ദി ലോസ് ഓഫ് എനർജി ഡ്യൂറിങ് ഇവാപറേഷൻ. അങ്ങനെ ഹീറ്റ് എനർജി പോകുന്ന സമയത്ത് എന്ത് ചെയ്യും, ദിസ് ഇവാപറേഷൻ മേക്സ് ദ വാട്ടർ ഇൻസൈഡ് ദി പോട്ട് കൂൾ. അപ്പം ആ പോട്ടിന്റെ അകത്തു നിന്നുള്ള എനർജി ഒക്കെ അത് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് പോട്ട് എന്തായി, കൂളാവും. അപ്പൊ എന്ത് ചെയ്യും, അത് ഇവാപറേഷൻ നടക്കുന്നതോടുകൂടി എന്താണ്, വാട്ടർ ഒരു കൂളിംഗ് എഫക്ട് ഉണ്ടാവും, വാട്ടർ കൂൾ ആയിരിക്കും. അതാണ് ഇവാപറേഷൻ തന്നെയാണ് ഇതിന്റെ ബാക്കിലുള്ള പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, വേറെ ഒരു ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഡസ് എ ഡെസേർട്ട് കോളർ കൂൾ ബെറ്റർ ഓൺ എ ഹോട്ട് ഡ്രൈ ഡേ? ഇതൊരു കൂളറാണ്. ഇത് എന്തുകൊണ്ടാണ് ഒരു ഹോട്ട് ഡ്രൈ ഡേയിൽ ഭയങ്കരമായിട്ട് കൂൾ ചെയ്യുന്നതെന്നാണ്, ബെറ്റർ ആയിട്ട് കൂൾ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് അറിയാലോ ഇതിന്റെ മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡെസേർട്ട് കോളർ കൂൾസ് ബെറ്റർ ഓൺ എ ഹോട്ട് ഡ്രൈ ഡേ ബിക്കോസ് ഓൺ എ ഹോട്ട് ഡ്രൈ ഡേ ടെമ്പറേച്ചർ ഭയങ്കര കൂടുതലായിരിക്കും മക്കളെ, ഹ്യൂമിഡിറ്റി ഭയങ്കര കുറവായിരിക്കും. അപ്പൊ എന്തായിരിക്കും, ഇത് ഉണ്ടാക്കിയിരിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാ, ഈ കൂളിംഗ് എഫക്ട് നൽകാൻ വേണ്ടിയിട്ടാ. അപ്പം ഹോട്ട് ആയിട്ടുള്ളൊരു ഡ്രൈ ആയിട്ടുള്ളൊരു ഡേയിലാണെങ്കിൽ ഹ്യൂമിഡിറ്റി ഭയങ്കര കുറവും ടെമ്പറേച്ചർ ഭയങ്കര കൂടുതലായിരിക്കും. അപ്പൊ എന്തായിരിക്കും, ഇത് നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ ബാക്കിലുള്ള പ്രിൻസിപ്പിൾ. ക്ലിയർ അല്ലേ? സോ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്, നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. വലിയൊരു ചാപ്റ്റർ ആയിരുന്നു. വലിയൊരു ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കൺസെപ്റ്റ്സ് പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റുന്ന ചാപ്റ്റർ ആയിരുന്നു അല്ലെ? എന്തൊക്കെയാ പഠിച്ചത് ഈ ചാപ്റ്ററിൽ? മൊത്തത്തിൽ നമ്മള് കുറച്ച് സെഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തല്ലേ. ഫസ്റ്റ് നമ്മൾ പാർട്ടിക്കിൾസിന്റെ മാറ്റർ എന്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്, മാറ്ററിന്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ചു, സോളിഡ്സ് ലിക്വിഡ്സ്. നമുക്കത് കീവേഡ്സ് എഴുതി നോക്കണോ? മാറ്ററിന്റെ ഡെഫിനിഷൻ പഠിച്ചു, മാറ്ററിന്റെ ഡെഫിനിഷനും ടൈപ്സും പഠിച്ചല്ലേ. എന്തായിരുന്നു ടൈപ്സ്? സോളിഡ്സ്, ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ് എന്ന് പഠിച്ചല്ലേ.
പിന്നെ നമ്മൾ അതിന്റെ പാർട്ടിക്കിൾസിന്റെ പെക്യുലാരിറ്റീസ് പഠിച്ചല്ലേ, ഫിസിക്കൽ ഫീച്ചേഴ്സ് അല്ലെ, പാർട്ടിക്കിൾസിന്റെ ഫിസിക്കൽ നാച്ചർ പഠിച്ചല്ലേ, ഭയങ്കര ടൈനി ആണെന്നും ഒരുപാട് എണ്ണം ഉണ്ടെന്നൊക്കെ പഠിച്ചല്ലേ. പിന്നെ നമ്മൾ 2 എക്സ്പെരിമെന്റ് അവിടെ പഠിച്ചു. പിന്നെ അതിന്റെ ക്യാരക്ടർ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 എക്സ്പെരിമെന്റ് പഠിച്ചു. അങ്ങനെ പാർട്ടിക്കിൾസിന്റെ നാച്ചർ നമ്മൾ മനസ്സിലാക്കി. പിന്നെ നമ്മള് മാറ്ററിന്റെ എന്താ 3 ടൈപ്പ് അല്ലേ, അതിന്റെ മോളിക്കുലാർ ലെവലുള്ള അറേഞ്ച്മെന്റും അതിന്റെ 3 കമ്പാരിസൺ പഠിച്ചല്ലേ, 3 സോളിഡ് ലിക്വിഡ് ആൻഡ് ഗ്യാസസിന്റെ കമ്പാരിസൺ പഠിച്ചല്ലേ. പിന്നെന്താ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത്, നമ്മൾ ഇന്റർ കൺവേർഷൻ ഓഫ് മാറ്റർ പഠിച്ചല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയൊക്കെ ചേഞ്ച് ഇൻ സ്റ്റേറ്റ് പഠിക്കാമെന്ന് വെച്ചല്ലേ. പിന്നെന്താ നമ്മൾ പഠിച്ചത്, ഇവാപ്പറേഷൻ എന്ന് പറയുന്നത്, അതും ഇതിൽ തന്നെ ഇവാപ്പറേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക് പഠിച്ചല്ലേ. പിന്നെ ഇതിന്റെ ഒക്കെ കുറച്ച് ആപ്ലിക്കേഷൻസും പഠിച്ചു. സോ ഇത്രയാണ് നമ്മുടെ ചാപ്റ്റർ. എല്ലാവരും നന്നായിട്ട് പഠിക്കണം ഈ ചാപ്റ്റർ. കാരണം ഇത് ഞാൻ വീണ്ടും പറയാണ്, ബേസ് ആണ് ഇത്. നിങ്ങൾ ഇതിന്റെ അറേഞ്ച്മെന്റും കാര്യങ്ങളൊക്കെ പഠിക്കണം. പിന്നെ നിങ്ങൾക്ക് അതൊരു ലോജിക്കാണ് അല്ലെ, നമ്മൾ ബേസ് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അതിന്റെ ഒരു ലോജിക്കാണ്. നിങ്ങൾക്ക് അത് ബാക്കി അത് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. നിങ്ങൾ പോയിന്റ്സ് ഒക്കെ നോക്കുക, നന്നായിട്ട് നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുക. സിമ്പിൾ ആണ് പഠിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും വൃത്തിക്ക് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും എന്നും പഠിക്കാൻ പറ്റട്ടെ, നല്ലപോലെ പഠിക്കാൻ പറ്റട്ടെ. എല്ലാവരും ഓരോ ദിവസം ഓരോ നോളജ് ഇങ്ങനെ ഗെയിൻ ചെയ്ത് ഒരു എന്താ പറയാ, ഒരു മെച്യൂർ ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് മാറട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.